നമസ്കാരം സുഹൃത്തുക്കളെ. ഷാരിക എന്ന് പറഞ്ഞ വ്യക്തി പുതിയൊരു വീഡിയോ കൊണ്ടുവന്നിട്ടുണ്ട്. ഷെഫിൻ അബീബിക്കെതിരെയാണ്. അവര് ഇതിനു മുന്നേ എന്താ പറയാ കുറെ വീഡിയോ കൊണ്ടുവന്നിട്ടുണ്ട്, ശരിച്ചിട്ടില്ല. പക്ഷെ ഇപ്പോ എന്താ പറയാ ഈ മഞ്ജുപിള്ളയുടെ മോളുടെ വീഡിയോ വന്നതിന് ശേഷം അതുവഴി അതുപോലെ ആ രീതിയിൽ ആക്രമിക്കാൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. അതൊരു വടിയായിരുന്നു, അടുത്ത് അടിക്കാൻ നോക്കി എല്ലാവരും. പക്ഷെ ആ വടി പൊട്ടിപ്പോയി. ഇപ്പൊ തകണ് പുതിയ ഒന്ന് എടുത്തിട്ട് വന്നിട്ട് അത് പഴയതാണ്, പക്ഷെ പുതിയതുപോലെ ആക്കിയിട്ട് അടിക്കാൻ നോക്കുന്നത് തീർച്ചയായിട്ടും പൊട്ടിപ്പോവും. നമുക്ക് അതൊന്ന് കാണാം. അതിനു മുന്നേ എന്താ പറയാ അവര് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതടക്കം നമുക്കൊന്ന് കേട്ടിട്ട് പിന്നെ അങ്ങോട്ട് പോകാം. വന്നിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ ദിവസം നീറ്റ് എക്സാം നടക്കുകയുണ്ടായി. നീറ്റ് എക്സാമിന്റെ ഭാഗമായിട്ട് ഒരുപാട് സെലിബ്രിറ്റികൾ ഇതിനെതിരെ പ്രതിഷേധിക്കുകയും പ്രതികൂലിച്ച് ഒരുപാട് പേര് പറഞ്ഞു. അനുകൂലിച്ച് പറഞ്ഞവർക്ക് ഒരുപാട് സ്റ്റാർട്ടപ്പ് കിട്ടി, പ്രതികൂലിച്ച് പറഞ്ഞവരൊക്കെ എന്താ പറയുന്നത് സംഘികളായി മാറി. സ്വാഭാവികമല്ലേ? അനുകൂലിക്കുന്നവർ ആരെയാണ് അനുകൂലിക്കുന്നത്? എന്തിനാ അനുകൂലിക്കുന്നത് എല്ലാവർക്കും അറിയാം. പ്രതികൂലിക്കുന്നത് ആരുടെ പേര് പാർട്ടിക്കാരെന്ന് എല്ലാവർക്കും അറിയാം. മനസ്സിലായില്ലേ? ഇപ്പം സംഘികൾ അനുകൂലിച്ചു. സംഘികൾ പ്യുവർ സംഘികൾ അല്ലെങ്കിൽ BJP-കാരെ അനുകൂലിച്ചു. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? ഇല്ലല്ലോ. എന്തെങ്കിലും പറഞ്ഞോ? ഒരു വാക്കും ഇട്ടില്ല. കാരണം അവരവരുടെ പാർട്ടിയെ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കി, അല്ലെങ്കിൽ ആ സംഘടനയെ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കി. അവരൊന്നും പറഞ്ഞില്ല, സ്വാഭാവികം. പക്ഷെ ഉള്ളിൽ സംഘിസം വെച്ചിട്ട് പുറത്തേക്ക് ഞാൻ നടുവിലാണ്, എനിക്ക് എല്ലാവരും ഒരുപോലെയാണ് എന്നും പറഞ്ഞ് നടന്ന കുറച്ച് സ്പ്രിങ് മുടിക്കാരൊക്കെ വന്നിങ്ങാണ്ട് സംസാരിച്ചപ്പോ എന്തായി, എടുത്തിട്ട് പറഞ്ഞു. കാരണം അവരെ സമൂഹത്തിൽ എടുത്തു കാണിക്കണം എന്നുള്ളത് വേണ്ടതാണ്. കാരണം നമുക്കൊരു ശത്രു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ശത്രുവാണെന്ന്. പക്ഷെ തോളിരുന്നിങ്ങാണ്ട് ചിരിച്ചുകൊണ്ട് നമ്മൾ ചെവി ഇങ്ങനെ തിന്നുമ്പോ അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കണ്ടേ? അത്രേ ഉള്ളൂ. ഒരു സംഖ്യ അല്ല എന്ന് പറഞ്ഞ് അവർ ഭയങ്കര എല്ലാവർക്കും ഇങ്ങനെ ഭയങ്കര അത് ആ സ്വഭാവം കാണിച്ചപ്പോ എടുത്ത് കാണിച്ച് പറഞ്ഞ് വിമർശിച്ചു കൊടുത്തു. അതല്ലേ പേടിമണിയല്ലേ പറയുന്നത്? മാറി ഈ പറയുന്ന കുറെ തെറിയും ചീത്തയും ഒക്കെ കേൾക്കേണ്ടി വന്നു. അനുകൂലിച്ച് അവർക്കൊപ്പം നിന്നൊരു വ്യക്തിയാണ് ജാൻമണിദാസ് എന്ന് പറയുന്നത്. ജാൻമണിദാസ് അവരുടെ പാർട്ടി ആ പ്രക്ഷോഭത്തിൽ പോയി പങ്കെടുക്കാതിരിക്കുന്നൊക്കെ ജാൻമണിയുടെ ഇഷ്ടമാണ്. ജാൻമണി എനിക്ക് പേഴ്സണലി വളരെ അടുത്തറിയാവുന്ന സുഹൃത്തും കൂടെയാണ്. അപ്പൊ ജാനുവിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് വന്നപ്പോൾ, നമ്മുടെ പ്രധാനമന്ത്രിക്കെതിരെ സ്റ്റേറ്റ്മെന്റ് വന്നപ്പോൾ എന്നോട് ഒരുപാട് പേര് ചോദിച്ചു എന്തുകൊണ്ട് ശാരീരത്തിന് വിമർശിക്കുന്നില്ല, റിയാക്ട് ചെയ്യുന്നില്ല. ഒരാൾ പറയുന്നത് നമുക്ക് അതിനെ ക്രിട്ടിസൈസ് ചെയ്യാം. എനിക്ക് ജാനുവിനെ പേഴ്സണലി അറിയാവുന്നതോടെ എനിക്കറിയാം അവരുടെ മുമ്പിൽ വന്നു നിന്ന മഞ്ഞ മീഡിയ അവർക്ക് ശരിക്കും ഈ പറയുന്ന പോലെ ഒരു പക്ഷെ ജാൻമണി ചിലപ്പോ ചിന്തിച്ചിട്ടുണ്ടാവില്ല ഈ ലെവലിൽ പോകുമെന്ന്. അവർക്ക് ഇട്ടുകൊടുത്ത എന്തോ ക്വസ്റ്റ്യൻ കയറി ജാൻമണി കൃത്യമായിട്ട് തന്നെ എല്ലായ്പ്പോഴും. നിങ്ങള് ജാൻമണിയോട് എന്താ ചോദിച്ച് ജാൻമണി എന്താ പറഞ്ഞ് നിങ്ങൾ കേട്ടോ പോയിട്ട്? അത് മഞ്ഞ മീഡിയ ആണ് ഏത് മീഡിയ ആണെന്ന് അതിന്റെ എംബൊന്നും കണ്ടിട്ടില്ല. പക്ഷെ അത് ആ വാക്ക് ഒരു ഹിന്ദി യൂട്യൂബ് ചാനലിൽ വന്ന ഒരു ന്യൂസ് അല്ലെങ്കിൽ ഒരു യൂട്യൂബർ പറഞ്ഞ കണക്ക്. എന്റെ അഭിപ്രായത്തിൽ എല്ലാ അറിവില് ജാൻമണി കാണാറുള്ളത് മലയാള യൂട്യൂബേഴ്സിന് അധികമൊന്നുമല്ല. അത് ഏറ്റവും കൂടുതൽ കാണാറുള്ളത് ഹിന്ദിക്കാരായിരിക്കും. കാരണം അവരുടെ നാട് അവർക്ക് മനസ്സിലാവുന്നതാണല്ലോ. അപ്പൊ അങ്ങനെ കിട്ടിയ ഒരു അറിവ് ഒരു ചോദ്യം ചോദിച്ചപ്പോ ജാൻമണി പുറത്തേക്ക് അവരുടെ വാഗൊണ്ട് പറഞ്ഞു. അത്രേ ഉള്ളൂ. അല്ലാതെ ജാൻമണി വന്നിട്ട് ജാൻമണിയെ ട്രിഗർ ചെയ്ത് ജാൻമണിക്ക് അങ്ങനത്തെ ഉത്തരം പറയാൻ വേണ്ടി വരെ ചോദിച്ചു കൊടുത്തു. അവര് ചോദിച്ച ചോദ്യം തന്നെ എന്താണ്? ജാൻമണി പറഞ്ഞത് എന്താണ്? ജാൻമണിക്ക് പിന്നെ ഒന്നും മനസ്സിലാവൂല എന്ന് പറയരുത് കേട്ടോ. ജാൻമണിക്ക് പറ്റുന്ന ഒരു അബദ്ധം അത് തന്നെയായിട്ടാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ടാവുക. ജാൻമണി എപ്പോഴും ഇതുപോലുള്ള കാര്യങ്ങളിൽ ചെന്ന് കൊത്തും. ഇവന്മാർക്ക് അറിയാം ജാൻമണിക്ക് ചോദിക്കുന്നതിന്റെ ആ ഒരു സംഭവം പകുതിയെ മനസ്സിലാവും. ബിക്കോസ് ഇവന്മാർ ഉദ്ദേശിക്കുന്ന അർത്ഥം ആയിരിക്കത്തില്ല ജാൻമണി എടുക്കുന്നത്. അപ്പൊ എന്റെ ഇന്റർവ്യൂവിൽ ജാൻമണി ഇത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി ജാൻമണി പറയും ചേച്ചി അത് ഞാൻ ഉദ്ദേശിക്കുന്ന അല്ല ഇവരിപ്പോ. അത് ചിലപ്പോ ശരിയായിരിക്കാം. ജാൻമണിയുടെ സംസാരം നമുക്ക് ഉത്തരങ്ങൾ നമുക്ക് എങ്ങോട്ട് തിരിക്കാം. കാരണം പിന്നെ ജാൻമണി അത് പറഞ്ഞപ്പോ ഞാൻ അങ്ങനെ വിചാരിച്ചു ഇങ്ങനെ വിചാരിച്ചു പറഞ്ഞു എന്ന് വിചാരിച്ചാൽ മതി. അങ്ങനെ പറഞ്ഞാൽ മതി. ജാൻമണി എന്ത് പറഞ്ഞു നമുക്ക് മനസ്സിലായില്ല, ഞാനിങ്ങനെ വിചാരിച്ചു അതായിരിക്കും, അങ്ങനെയൊക്കെ പറയാം. പക്ഷെ ജാൻമണിക്ക് ചോദ്യങ്ങൾ മനസ്സിലാവില്ലെന്ന് പറയരുത്. ജാൻമണി അന്നത്തെ ചോദ്യം ജാൻമണിക്ക് മനസ്സിലായിരുന്നു. അതിന്റെ ഉത്തരവ് വ്യക്തമായിട്ട് ജാൻമണി പറഞ്ഞത്. അതുകൊണ്ട് ആ ദിവസത്തെ കാര്യത്തിനെ കുറിച്ച് നിങ്ങൾ ന്യായീകരിക്കാൻ നിൽക്കണ്ട. പിന്നെ ഈ കാര്യത്തിൽ നമ്മൾ ഇവരെ ജാൻമണിക്ക് കൊടുക്കുന്ന ഈ സപ്പോർട്ടിനെ നമ്മൾ മാനിക്കുന്നിട്ടോ. കാരണം വേറൊരാളുടെ രഞ്ജിനി ദാസ് അവരൊപ്പം നിന്നങ്ങാണ്ട് ഷെഫിനാബിയെ കുറ്റം പറഞ്ഞ് അത് അടിക്കും കൊല്ലും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ക്ലോസ് ആയി പിരിഞ്ഞ അവര്
ഇതുപോലൊരു സ്റ്റേറ്റ്മെന്റ് രഞ്ജിനി ഹരിദാസ് പറയുമെന്ന് ഞാൻ വിചാരിച്ചു. അവർക്ക് മലയാളം സംസാരിക്കാൻ അറിയില്ല, അവള് സംസാരിച്ച് മാറിപ്പോയതായിരിക്കും, വെറുതെയെങ്കിലും പറഞ്ഞു വിചാരിച്ചു. പക്ഷേ സുഹൃത്ത് ബന്ധം എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണക്കാർക്കിടയിലുള്ള സുഹൃത്ത് ബന്ധങ്ങളാണ് ഏറ്റവും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്. പക്ഷെ പണക്കാരുടെ അല്ലെങ്കിൽ സെലിബ്രിറ്റികളുടെ ഒക്കെ സുഹൃത്ത് ബന്ധം എന്ന് പറഞ്ഞാല് അപ്പപ്പ കാണാൻ അപ്പ വിളിക്കുന്ന പോലത്തെ സുഹൃത്ത് ബന്ധങ്ങളാണ്, അല്ലേ? ആണ്. എന്താന്ന് വെച്ചാല് ഈ പ്രശ്നം ഉണ്ടായി കാണുന്ന മൂത്തപ്പോ രഞ്ജിനി ഹരിദാസ് ജാനുവിന് വലിയ പെണ്ണല്ലേ, അല്ലെങ്കിൽ വലിയൊരു വ്യക്തിയല്ലേ, അവർ സംസാരിക്കുമ്പോൾ സൂക്ഷിക്കണ്ടേ എന്ന് പറഞ്ഞ് കൈ കഴുകി പോയില്ല. എന്താലേ വിഷയത്തിന് തന്നെ വരില്ല, നമുക്ക് വിഷയത്തിങ്ങനെ വരിക. സോ പ്രധാനമന്ത്രി പറഞ്ഞത് എന്തായാലും വളരെ മോശമായിട്ടുള്ള ഒരു പരാമർശമായിരുന്നു. പക്ഷെ അത് ജാൻമണി തിരിച്ചറിയുകയും ബുദ്ധിയുള്ള ആരും ജാൻമണിക്ക് പറഞ്ഞു കൊടുത്തു. ജാൻമണി തീർച്ചയായിട്ടും അത് മാപ്പ് പറഞ്ഞു, ഫോളോ ചെയ്തു. അതാണ് കൾച്ചർ, അതാണ് സംസ്കാരം. അവരാരും ആയിക്കോട്ടെ, പക്ഷേ അവർ ആ ഒരു റിയൽ കൾച്ചർ അവര് വളർന്ന, അല്ലെങ്കിൽ അവരുടെ ആ ഒരു അവരൊരു ആരൊക്കെ കൾച്ചർ? ജാൻമണിക്കോ? നമ്മൾ ഒരു പ്രശ്നം ഉണ്ടാക്കിയത് മാപ്പ് പറഞ്ഞാലോ, ഒരാളോട് ഭവ്യതയോടെ സംസാരിച്ചാലോ, അല്ലെങ്കിൽ ഒരാളോട് വളരെ മാന്യമായി പെരുമാറിയാലോ, അതൊക്കെ അവരുടെ പെരുമാറ്റമാണ്. കൾച്ചർ സംസ്കാരം എന്നൊക്കെ പറഞ്ഞാൽ ആ എൻ്റെ ലൈഫിൽ അവരുടെ ജീവിതത്തിൽ മൊത്തം കാണും. നിങ്ങൾ അവരുടെ വീഡിയോസ് പോയി നോക്കിയാൽ മനസ്സിലാവും അവർക്ക് കൾച്ചർ ഉണ്ടോ, എന്താണ് കൾച്ചർ, അല്ലെങ്കിൽ അവരുടെ കൾച്ചർ എന്താണ് എന്ന്. സംസ്കാരം പറഞ്ഞുകൊണ്ട് അവരെ അങ്ങ് മേലെ കൊണ്ടുപോയി വെക്കൊന്നും വേണ്ട, അത്രക്കൊന്നുമില്ല. പിന്നെ ഒരാളോട് സാഹചര്യത്തിനനുസരിച്ച് വിനയത്തോട് സംസാരിക്കുക, അല്ലെങ്കിൽ ഭവ്യതയോട് സംസാരിക്കുക, സ്നേഹത്തോട് സംസാരിക്കുക, അത് അവസരത്തിന് സംസാരിക്കുന്നതാണ്. ശരി, അതിനെ പിടിച്ചങ്ങാണ്ട് ഭവ്യതയും സ്നേഹവും അല്ലെങ്കിൽ കൾച്ചറും കാണിക്കരുത്, ആണെന്ന് പറയരുത്. സംസ്കാരം കാണിച്ചു അവരെ അവർക്ക് മനസ്സിലായി ചെയ്ത് അവർ പറഞ്ഞത് മോശമാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ അതിന് പബ്ലിക്കായിട്ട് ഒരു മാപ്പ്, ഒരു അപ്പോളജി കൊടുക്കുക. ജനങ്ങളോടുള്ള പ്രതിബദ്ധതയാണ്. പേടിയില്ല. ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്, അവർക്ക് വേണമെങ്കിൽ അവര് പറഞ്ഞത് മനസ്സ് നൽകാം. പക്ഷെ അവർ ചെയ്തില്ല, അവർ പറഞ്ഞ് അവര് സോറി പറഞ്ഞു. അതാണ് എനിക്ക് മിക്കപ്പോഴും ഞാനും അങ്ങനെ തന്നെയാണ്, സോറി പറയും. അത് ഇന്ത്യയിൽ ഒട്ടാകെ കേസ് കൊടുക്കും, ഓടേണ്ടി വരും. ഇവിടുന്ന് അങ്ങോട്ട്, അവിടുന്ന് ഇങ്ങോട്ട് ഓടേണ്ടി വരും. ഈ കേസ് പ്രശ്നം ചിലപ്പോ ഒന്നും ആകില്ലായിരിക്കും, പക്ഷെ ഈ കേസ് തീരുമാനമാകുന്നവരെ ഹിയറിങ്ങിന് ഓടേണ്ടി വരും. അങ്ങനെ പ്രശ്നമുണ്ട് ഈ കേസിന്റെ കാര്യത്തിൽ. ഈ ഹിയറിങ്ങിന് പോയാലോ അന്ന് വിളിക്കുന്ന ഉറപ്പും ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? അങ്ങനെ പ്രശ്നമുണ്ട് ഈ കേസ്. എല്ലായിടത്തും കേസ് കൊടുക്കുന്നതിനാണ്. ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ട് അവിടുന്ന് വീട്ടിൽ നിൽക്കാൻ നേരം ഉണ്ടാവില്ല. അതുകൊണ്ട് പേടിച്ചാണ് കരിയർ തുമ്പിലതായി പോകും. അപ്പൊ എനിക്കറിയാമായിരുന്നു ഇത് തന്നെ സംഭവിക്കും, അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരുന്നത്. പക്ഷെ ഇപ്പൊ ഞാൻ ജാമ്യയുടെ വിഷയം കൊണ്ടുവരാൻ കാര്യം വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം. ഇതാണ് ഇതിലെ പോയിന്റ്. ഇതാണ് ഇവർ പറയാൻ പോണതും പറഞ്ഞു വെക്കാൻ പോണതും. ഇവര് ഇതിനു മുന്നേ മഞ്ജുപിള്ളയുടെ കാര്യം പറഞ്ഞിട്ട് എന്താ പറയാ, മഞ്ജുപിള്ളയുടെ മകൾ എന്ന് പറഞ്ഞ ആ വിഷയം എന്ന് എടുത്തിട്ട് അടിക്കാൻ നോക്കി, ആ വടി പൊട്ടി. ഇപ്പൊ ഇത് എടുത്തിട്ട് അടിക്കാൻ നോക്കുന്നു, ഇതും സിമ്പിൾ ആയിട്ട് എങ്ങനെ പൊട്ടും? പക്ഷെ ഇവർക്ക് എന്തിന്റെ കാര്യം, ഇവർക്ക് സമൂഹത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, എന്തൊക്കെ കാര്യം എടുത്ത് പറയാനുണ്ട്, ഇതിനുശേഷം എന്തൊക്കെ വിഷയങ്ങൾ നടന്നു, ഒന്നും ചെയ്യുന്നില്ല, ഒന്നും പറയുന്നില്ല. ഇവരുടെ പ്രശ്നം എന്താന്ന് എന്ന് മനസ്സിലാകുന്നില്ല. നമ്മുടെ കേന്ദ്ര തലത്തിൽ പ്രത്യേകിച്ചും നമ്മുടെ ആ ഒരു നേതൃത്വത്തിൽ, കേന്ദ്ര നേതൃത്വത്തിൽ എത്തിക്കാൻ പറ്റുകയാണ്. നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് എന്തെങ്കിലും ചെയ്യുമെന്നുള്ള പ്രതീക്ഷ എനിക്ക് അറിയില്ല, അവർക്ക് എത്രമാത്രം ഇത് ഹെൽപ്പ് ചെയ്യാം. ഇതിന്റെ മുന്നത്തെ വീഡിയോയിൽ സ്റ്റേറ്റ് ഇതിനു മുന്നേ സ്റ്റേറ്റ് ഗവൺമെന്റിനോടാണ് ഇത് പറഞ്ഞിരുന്നത്, നിങ്ങൾ ഇത് എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ പറഞ്ഞിരുന്നത്. അത് കഴിഞ്ഞ് ഇനിയിപ്പോ സെൻട്രൽ ഗവൺമെന്റ് ആയി, ഇനി ഇന്റർപോൾ ആകും, ഇന്റർനാഷണൽ കോടതിയോട് പറയാം. അങ്ങനെ വീഡിയോ എടുക്കും നിങ്ങള്. പറ്റും നമ്മളേന്ന്. കാരണം നമ്മുടെ പ്രധാനമന്ത്രിയെയും ഗവർണറെയും മുഖ്യമന്ത്രിമാരെയും നമ്മുടെ സ്റ്റേറ്റിലുള്ളവരെയും കലാകാരന്മാരെയും കുട്ടികളെയും കുഞ്ഞുങ്ങളെയും ഒക്കെയും വെർബലി റേപ്പ്. ഇത്രയും ആളുകളെ എവിടെയാ പറഞ്ഞത്? എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഒരാള് വിമർശിച്ച് സംസാരിക്കും. ഇതിലേക്ക് എന്തിനാ ഇത്രയും ഗവർണറൊക്കെ എവിടെ പറഞ്ഞ്? ഇതിന് എത്രയും ആളുകളെ എന്തിനാണ് നിങ്ങൾ ഈ ആഡ് ചെയ്യാൻ നിൽക്കുന്നത്? കുട്ടികൾ എവിടെയാ പറഞ്ഞത്? ഏത് കുട്ടിയെന്ന് പറഞ്ഞ്? ലാസ്റ്റ് ആ ജോണി വാക്കറിന്റെ കുട്ടിയോ? അതാ നിങ്ങൾ പറയണത്? നിങ്ങൾ ഈ വെർബൽ റേപ്പ് എന്ന് പറഞ്ഞെങ്ങാണ്ട് നിങ്ങള് വളരെ മാന്യമായിട്ട് സംസാരിക്കാന്ന് വിചാരിക്കുമ്പോൾ നിങ്ങൾ അതിന് അർത്ഥമുണ്ട്. നിങ്ങൾ ഒരാളെ വിമർശിക്കുമ്പോൾ മാന്യമായ സംസാരത്തോടെ വിമർശിച്ചില്ല എന്നുണ്ടെങ്കിൽ, കാരണം അവര് കണ്ടന്റ് എടുത്തിട്ട് അവർ സംസാരിക്കുകയാണ്, നിങ്ങൾ അവരുടെ സംസാരത്തെ വിമർശിക്കുകയാണ്.
നിങ്ങൾ പറയും അങ്ങനെയെങ്കിൽ ഷെഫിനാബി വിമർശിക്കണ്ടല്ലോ, അവര് സംസാരം അവര് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നതും അവരൊരു വിഷയം എടുത്തിട്ട് ആ വിഷയത്തിന് എതിരെ സംസാരിക്കുമ്പോൾ സംസാരം അവിടെ വരുന്നത്. ഇവര് ഷെഫീനാബിയുടെ സംസാരം ശരിയല്ല എന്നും പറഞ്ഞുകൊണ്ട് സംസാരിക്കാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഒരു ഒരാളുടെ സംസാരം ശരിയല്ല എന്ന് പറഞ്ഞ് സംസാരിക്കുമ്പോ എങ്ങനെയാ സംസാരിക്കേണ്ടത്? അത് പറഞ്ഞു കൊടുക്കുന്ന രീതി ഉണ്ട്. മനസ്സിലായില്ലേ? പിന്നെ വിമർശിക്കുന്ന ആളുകൾ, വിമർശനം കേൾക്കുന്ന ആളുകളും ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ലെവലിൽ എന്നെ വിമർശിക്കാൻ പാടുള്ളൂ, അതിനപ്പുറത്തേക്ക് എന്നെ വിമർശിക്കരുത്. ഇന്നിപ്പോ നമ്മൾ അടി വിടാൻ പോകുമ്പോ രണ്ടടി കൊടുത്താൽ എനിക്ക് രണ്ടടി മാത്രമേ കിട്ടാൻ പാടുള്ളൂ എന്നുണ്ടോ? അത് കിട്ടും. ഇത് അന്യായം ചെയ്തിട്ട് എന്താ പറയാ, ചില ഇടപെടാതെ നിൽക്കുമ്പോ, കുത്തി നിൽക്കുമ്പോ നമ്മൾ പൗരന്മാരാണ്, നമ്മളാണ് അവരെ ഭരണത്തിൽ കയറ്റിട്ടുള്ളത്. അപ്പൊ നമ്മൾ വിമർശിക്കും. ഇപ്പൊ ഇതിനെക്കാട്ടിലും വളരെ വളരെ മ്ലേച്ഛമായ രീതിയിൽ എത്ര വിമർശിച്ചിട്ടുണ്ട് ഈ CJP സമരത്തില്. അത് ചുമ്മാ അവരുടെ പിന്നാലെ ഇങ്ങനെ കൂടുന്നു. ഒരു സ്ത്രീ ഇന്ന് കേരളത്തിൽ ജീവിച്ചിട്ടുണ്ട്. അവരുടെ പേരാണ് ഷഫീന ബീവി എന്ന വെർബൽ റേപ്പിസ്റ്റ്. അവരെ സ്ത്രീ എന്നോ പുരുഷനെന്നോ ഒന്നും വിളിക്കാൻ പറ്റില്ല. അവര് വേറെ ഇവര് വിമർശിക്കുകയാണെങ്കിൽ ഇവരെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു തരാന്ന് പറഞ്ഞാണ്ട് ഇവരും പറയുന്ന കാര്യങ്ങൾ എന്താണ്? വെർബൽ റേപ്പിസ്റ്റ് അല്ലെങ്കിൽ സ്ത്രീ എന്നോ പുരുഷനെന്നോ. അത് നിങ്ങളെ പോയി നോക്കി, നിങ്ങൾ ആദ്യം നിങ്ങളുടെ കണ്ണാടിലൊക്കെ നോക്കി, നിങ്ങൾ സ്ത്രീയാണോ പുരുഷനാണോ എന്ന്. അവരെ കാണുന്ന എല്ലാവർക്കും മനസ്സിലാകും അവര് സ്ത്രീയാണെന്ന് മനസ്സിലാകും. നിങ്ങളിപ്പോ ഇങ്ങനെ കാണുമ്പോ നിങ്ങൾ സ്ത്രീയാ പുരുഷനാ? നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്താ പറയാ, ബിഗ് ബോസിൽ നിങ്ങൾ സ്ത്രീയാണോ പുരുഷനാണോ എന്ന രീതിക്ക് ഓരോ സംസാരം നടന്നിട്ടില്ലേ നിങ്ങൾ? അതൊക്കെ ഞാൻ പറഞ്ഞാണല്ലോ, എല്ലാവർക്കും അറിയാതെ. നിങ്ങള് സ്ത്രീയാണ്. അവരുടെ കൂട്ടാളികൾ പലരെയും പോലീസ് അറസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, കേസെടുക്കാൻ എഫ്ഐആർ ഇടുമെന്ന് വരെ പറഞ്ഞിട്ടു. സന്ദീപണ്ണ കൂട്ടാളി പാവായ ചങ്ങായി ഷെഫിനബി വേഗം വന്നിട്ട് ഞങ്ങൾ ആ ഫസ്റ്റ് കാണുകയാണെന്ന് ഒരു സഹായം അല്ലെങ്കിൽ ഒരു ഇത്, അതൊരു സത്യമുള്ള കാര്യം അതുകൊണ്ട് അവരെ സഹായിച്ചു. അല്ലെങ്കിൽ ആരെങ്കിലും വേണ്ടേ? അപ്പൊ നമ്മള് സത്യം വിളിച്ചു പറയുന്ന ഒരാളെ പോയി അപ്പൊ ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്ന ഒരാളെ പോയി സഹായിക്കും. അങ്ങനെ ചെയ്തത് എത്ര വട്ടം പറഞ്ഞു. നിങ്ങൾക്ക് ഒന്നും വിശ്വസിക്കണ്ട, നിങ്ങൾക്ക് ഉള്ള കാര്യങ്ങൾ വിശ്വസിക്കണ്ട. നിങ്ങൾക്ക് ഇങ്ങനെ കല്ലെടുത്ത് അങ്ങനെ എറിഞ്ഞാൽ മതി. അതില് മാങ്ങയുണ്ടോ മാങ്ങയില്ലയോ, അവിടെ മരം തന്നെ ഉണ്ടോ എന്ന് നോക്കണ്ട, മാവുണ്ടോന്ന് നോക്കണ്ട, അങ്ങനെ എറിഞ്ഞാൽ മതി വിഡ്ഢികളായിട്ട്. ഇപ്പൊ കുറച്ച് ഒതുങ്ങി എന്നല്ലാതെ മറ്റുള്ളവരുടെ ജീവിതം കുഴിതോണ്ടുന്ന ഒരു സ്വഭാവം ഒരു കിട്ടിയിട്ടില്ല എന്ന് മാത്രം അവരുടെ മെയിൻ. ഇപ്പൊ ഒതുങ്ങി എന്ന് പറയാൻ എവിടെ ഒതുങ്ങി? നിങ്ങൾക്ക് ആർക്കും തോന്നി അവർ ഒതുങ്ങിയെന്ന്? അവരിപ്പോഴും കണ്ടിടുന്നുണ്ട്. പക്ഷെ എന്താണ്, നിങ്ങളെ പിറകെയാണെന്നെങ്ങാണ്ട് നിങ്ങൾക്ക് റീച്ച് ഉണ്ടാകുന്ന പോലെ നിങ്ങൾ വിമർശിക്കുന്നുണ്ട്. പണ്ട് അങ്ങനെയല്ലായിരുന്നു, നല്ലോണം വിമർശിക്കും. ഇപ്പോഴും അവർക്ക് വേണ്ടി വന്ന അവർ വിമർശിക്കുകയും ചെയ്യും. അങ്ങനെ എല്ലാം വാങ്ങിക്കൊണ്ട് വീട്ടിലിരിക്കുന്ന ഒരാളെന്നല്ല അവര്. പക്ഷെ നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല. പട്ടിന്റെ വായില് വേറെ ഒരു പഴഞ്ചൊല്ലുണ്ട്, എന്തൊന്ന് കഴുകിയ നന്നാവൂല. അതാ നിങ്ങളുടെ കാര്യത്ത് പറയേണ്ടത്. നിങ്ങൾക്ക് റീച്ച് ഉണ്ടാക്കി തരണ്ടെന്ന് അവർ വിചാരിച്ചു. കാരണം ഒരു വിഷയം 1, 2, 3 വട്ടം പറഞ്ഞു. പക്ഷെ അതിൽ പിന്നെയും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് പറയാതിരിക്കുക, അത്രേ ഉള്ളൂ. അവര് സാമൂഹികപരമായിട്ടുള്ള കണ്ടന്റുകൾ ഇടുന്നുണ്ട്, അവരെപ്പോഴും കണ്ടന്റ് ഇടുന്നുണ്ട്. പിന്നെന്താ നിങ്ങളെങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണോ? ഇപ്പൊ വേറെ വിഷയങ്ങളില്ല, നിങ്ങളാണ് ഈ ലോകത്തിന്റെ വിഷയമായി കിടക്കുന്നത്. നിങ്ങൾ അവരെ വിളിക്കുന്ന പേര് ഞാൻ വിളിക്കട്ടോ, എന്നെ വിളിപ്പിക്കരുത്. ഇതുപോലെ വെർബൽ റേപ്പ് ചെയ്യുക, അത് പ്രധാനമന്ത്രി എന്നില്ല, വൈസ് പ്രസിഡന്റ് എന്നില്ല, വൈസ് പ്രസിഡന്റ് എന്നില്ല, നമ്മുടെ മുഖ്യമന്ത്രി എന്നില്ല, ആരെ അവര് പറയും. കലാകാരന്മാരാണ് പ്രത്യേകിച്ചും പറയും. ഇവരാരും വിമർശനമല്ല, എല്ലാരും വിമർശിക്കാൻ പറ്റും കേട്ടോ. അവിടെ പ്രധാനമന്ത്രി വിമർശിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അദ്ദേഹം വിമർശിക്കാൻ പാടില്ല അയാളെ. ഇപ്പം അമേരിക്കൻ പട്ടാളക്കാര് ഇന്ത്യൻ സിറ്റിസൻസിനെ കൊന്നു ആ ഹോർമൂസ് കടലിടുക്കിൽ വെച്ചിട്ട്. പ്രധാനമന്ത്രി എന്തെങ്കിലും പറഞ്ഞോ? മണിപ്പൂർ ഒരുപാട് വെട്ടി അങ്ങനെ ഇങ്ങനെയും കൊന്നു, എന്തെങ്കിലും പറഞ്ഞോ? ഒരു പെണ്ണിനെ നെഗ്നാക്കിയിട്ട് നടത്തി ഈ പറഞ്ഞ ഈ സോക്കോൾഡ് വിഭാഗത്തിലെ ആൾക്കാര്. പ്രധാനമന്ത്രി എന്തെങ്കിലും പറഞ്ഞോ? അത് നിർത്തി, അങ്ങനെ ചെയ്യലെന്ന് പറയുന്നുണ്ടോ? വായില് പഴം വെച്ചിരിക്കല്ലേ? എന്തൊക്കെ നമ്മുടെ നാട്ടിൽ എന്തൊക്കെ നടക്കുന്നത്? ഒന്ന് നിങ്ങൾ അങ്ങനെ ചെയ്യരുത് എന്ന് പറയുന്നുണ്ടോ? അപ്പം വിമർശിക്കുമ്പോൾ ആൾക്കാര് നിങ്ങൾ കുറച്ച് വിമർശിക്കുക എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഓരോരുത്തരുടെ ഫീലിങ്ങും അവർക്ക് അറിയുള്ളൂ.
അത് പല പല ലെവലിലായിരിക്കും. അപ്പൊ അങ്ങനെ വിമർശിക്കും. മനസ്സിലായില്ലേ? അതിനൊന്നും കിടന്ന് മൂങ്ങിയിട്ട് കാര്യമില്ല. നീ പോയി സപ്പോർട്ട് ചെയ്തോ, നിന്റെ സ്വഭാവം അതായിരിക്കും. ആണല്ലോ. പറഞ്ഞ് അമ്മയും കുഞ്ഞുങ്ങളെയും അമ്മമാരെയും കുഞ്ഞുങ്ങളെ വരെ പറയാൻ തുടങ്ങി. അതിനുശേഷവും പലരെയും സൂയിസൈഡിന്റെ വക്കിലെത്തിക്കുന്നു. പലരും എന്നെ വിളിച്ച് കാര്യമാണ്, ചേച്ചി ഇനി ഒരു വീഡിയോ അവരെ കുറിച്ച് ചെയ്താൽ ഞാൻ മരിച്ചു കളയും. നിങ്ങൾ അങ്ങനത്തെ ഒരു ഓഡിയോ ഒന്ന് കാണിച്ചു. നിങ്ങൾ ഈ പറഞ്ഞ ഷെഫീന ബീവി എന്ന് പറഞ്ഞ വ്യക്തിയെ നിങ്ങൾക്ക് എക്സ്പോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനത്തെ ഒരു വീഡിയോ ഓഡിയോ എടുത്ത് കാണിച്ചു. അല്ലതാ എന്റെ കയ്യിൽ തെളിവുണ്ടെന്ന് പറഞ്ഞ് ഇത് കാണിക്കും. മനസ്സിലായില്ലേ? ഇത് കുറെ ആൾക്കാർ ഏർപ്പെടും. ഒന്നുമില്ല, പറയാൻ വീഡിയോ ഉണ്ടാക്കണം, പറയണം, ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കണം. നിങ്ങൾ അങ്ങനെ വീഡിയോ എടുത്ത് കാണിച്ചു തന്നാൽ ഞാൻ എന്തിനൊക്കെ പറഞ്ഞില്ല. അവര് തിരിച്ചതിന്റെ കാരണം മൊത്തം ഇത് പറഞ്ഞു തരും. അവരുടെ കയ്യിൽ നിന്ന് നല്ലോ കിട്ടിക്കഴിഞ്ഞിട്ട് അതിന്റെ പിരിവിരിപ്പ് മാറാതിരിക്കുമ്പോ ഇതുപോലെ വന്ന് പറഞ്ഞിട്ട് നിങ്ങളെ പിരികയറ്റി വിട്ടിട്ട് നിങ്ങൾ ഇതുപോലെ തന്നെയാണ് ശരി പറഞ്ഞു കളയാം. നിങ്ങൾ എന്തെങ്കിലും എടുത്ത് കൊണ്ടുവന്നാൽ അതിന്റെ റീസണും അതിന്റെ എന്താണ് ഏതാണ് ഒക്കെ ചിലപ്പോൾ അവരുടെ കയ്യിലുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങളെ കിട്ടല് നിങ്ങളുടെ ഒരു തേങ്ങ ഉണ്ടാവില്ല. അല്ലെങ്കിൽ നിങ്ങൾ എന്ന് പറഞ്ഞ തെളിവുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ത്രീയെ നിങ്ങളത് എപ്പെട്ട് കാണും. വെറുതെ കിടന്നെങ്ങാണ്ട് എന്തിനാ ഇങ്ങനെ ഓരോന്നിങ്ങനെ പറയാൻ നിൽക്കുന്നത്? ഇപ്പൊ പറയുന്ന പോലെ എല്ലാവർക്കും ഒരേ മൈൻഡ് സെറ്റ് അല്ല. പലരും പല ട്രോമയുടെയും പ്രശ്നം, ജീവിതം എന്ന ഒരു പ്രശ്നം കുട്ടികളാകുന്ന ആൾക്കാർ. അക്കൂട്ടത്തിൽ അവർക്കെതിരെയുള്ള വ്യാജ പരാതി അതെന്താണ്? പൈസ തട്ടൽ. ഇവരെ പലരെയും ഈ സ്ത്രീ വിളിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം തട്ടിന് തെളിവുകൾ എനിക്ക് പലരും. ഇത് ഞാൻ ഇവരെ കണ്ട് ഇവര് എന്താ പറയാ, ഇവര് ഈ മതം വെട്ടമെന്ന് പറഞ്ഞ ആ ഒരു ഇതുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇവര് ഈ RSനെതിരെ സംസാരിച്ച്, മുസ്ലിങ്ങളെ ആക്രമിക്കുന്ന സംസാരിച്ച്, അങ്ങനത്തെ വീഡിയോ ചെയ്ത് ഇങ്ങനെ ഈ സ്റ്റേജിൽ ഈ ഫേസിലേക്ക് എത്തുന്ന ആ തുടക്കത്തിൽ ഞാൻ ഇവരെ കുറിച്ച് കേൾക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇതിന്റെ ഓസിൽ മലയാളിയോ എന്തൊരു മലയാളി ഉണ്ട്, പിന്നെ രണ്ട് ഗുരുപ്പ് ഇരുന്ന് ആണും പെണ്ണും ഇരുന്ന് ഇതെങ്ങനെ പറയുന്നത് കാണാം. അപ്പൊ ഞാൻ തെളിവുകൾ ഉണ്ട് വിചാരിച്ച് ഞാനിങ്ങനെ അപ്പൊ കുറെ സ്ക്രീൻഷോട്ട് കാണിച്ചു എനിക്ക്. എനിക്ക് നല്ല മൊത്തത്തില് കണ്ടോ, ഇത്ര പൈസ അയച്ചു കൊടുത്തു, ഇത്ര പൈസ അയച്ചു കൊടുത്തു. പൈസ അയച്ചു കൊടുത്ത സ്ക്രീൻഷോട്ട് ഉണ്ടാവൂലേ? അതിന്റെ എന്തിനു അയച്ചു കൊടുത്തു, ഏതിനയച്ചു കൊടുത്തു, എന്താണ് അതിന്റെ ഇത്, അതൊന്നും ഉണ്ടാവില്ല. പൈസ അയച്ചു കൊടുത്ത സ്ക്രീൻഷോട്ട് അല്ലെങ്കിൽ പൈസക്ക് വന്ന സ്ക്രീൻഷോട്ട് കാണിച്ചിട്ട് എന്താക്കും? അപ്പൊ ഇതിനിടയ്ക്ക് ഇത് സംസാരിച്ചപ്പോ അവരതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് വന്നായിരുന്നു. എന്തോ ഇതിനു മുന്നേ കുറെ പറഞ്ഞിട്ടുണ്ട് എന്നും പറഞ്ഞ് ഒരു വിഷയത്തില് എന്താ പറയാ അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ കൊണ്ടുവന്നായിരുന്നു ഷെഫീന ബീവി. അപ്പൊ അതിൽ വ്യക്തമായവര് അതിന്റെ എന്താ പ്രശ്നം എന്താ കാര്യം ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇവര് സംസാരിക്കുമ്പോ ഇവര് എല്ലാരും ഒരേപോലെ ഒന്നല്ല, നല്ലോണം കിട്ടും ഇവരെ കയ്യിൽ നിന്ന്. എന്തൊക്കെ കിട്ടും എന്ന് പറഞ്ഞാല് അറഞ്ചം കുറഞ്ഞേ കിട്ടും. അത് അവർക്ക് തല്ലി തോൽപ്പിക്കാൻ വയ്ക്കൂല. അപ്പൊ എന്ത് ചെയ്യും? അവര് സംസാരിച്ച് തോൽപ്പിക്കും. ഓവറായിരിക്കും എന്നല്ല, ഓവറാണ്. പക്ഷെ നമ്മളൊരാളെ അടിക്കാൻ പോയി കഴിഞ്ഞാൽ തിരിച്ചടി നമ്മൾ അങ്ങോട്ട് കയറി ചെറിഞ്ഞാൽ ഇങ്ങോട്ട് മാതിരി അതേ അളവിലാണെന്ന് പറഞ്ഞാൽ നടക്കുമല്ലോ. അതുപോലെയാണ് ഈ സംഭവം. അവരത് അങ്ങനെ പറയും. അവരോട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഇല്ലാത്തോ അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടുങ്ങാണെങ്കിൽ എന്തെങ്കിലും അങ്ങോട്ട് ചോദിച്ചു ചെന്ന് കഴിഞ്ഞാൽ വാരിക്കോരി തരും. നല്ലോണം സംസാരിക്കും എന്ന് അറിയുന്ന ഒരാളടുത്തേക്ക് ആ രീതിയിൽ സംസാരിച്ച് ക്ലിയർ ചെയ്യാനല്ലേ പോവുള്ളൂ. മാന്യം മര്യാദയ്ക്ക്. അത് അങ്ങോട്ട് എടാന്ന് വിളിച്ചാൽ എന്താടാ നീ ഇവിടെ അതേ അവര് പറയുള്ളൂ. അത് അറിഞ്ഞുകൊണ്ട് ഇവര് ചെല്ലും. ഇവര് ഫോണിന്റെ റെക്കോർഡ് ഓണാക്കി വെക്കും. അതാണ് മനസ്സിലായില്ലേ? ഒരാള് ഒരാള് സംസാരിക്കും, ഭയങ്കരമായി സംസാരിക്കുന്ന അറിയുന്ന വേറൊരാള് ചെന്നിട്ട് അയാളെ അതുപോലെ സംസാരിപ്പിച്ചിട്ട് അങ്ങനെ ഒരു വീഡിയോ ഒരു ഓഡിയോ ഞാൻ കേട്ടു. നീ പറ. ഇവരെ കൊണ്ട് ഇവര് ഈ അനാവശ്യം പറയുമ്പോ ഇവര് പ്രോത്സാഹിപ്പിക്കുക. നീ പറ. ഇവര് പറയിപ്പിക്കാൻ വേണ്ടി വിളിച്ചേക്കാണ്. എന്നിട്ട് അതെടുത്തിട്ട് തെളിവാക്കി വിട്ടേക്ക. നമുക്കത് കേട്ട പെട്ടെന്ന് മനസ്സിലാവും. അപ്പൊ അതുപോലെയൊക്കെയാണ് ഈ സംഭവം. ഈ കേസ് ഇത് ഞാൻ അന്നേ കേൾക്കുന്നതാണ്. ഇത് ഒരു കഴമ്പുമില്ല കേട്ടോ ഈ സംഭവത്തില്. പൈസ പറ്റിച്ചു വാങ്ങിയതിൽ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്തെങ്കിലും റീസൺ ഉണ്ടാവും. അത് നിങ്ങൾ ചിലപ്പോ നിങ്ങൾ എന്താ പറയാ ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു വീഡിയോ ഇടണം കേട്ടോ. അതിന്റെ എന്താണ് സംഭവം എന്നൊക്കെ. ജസ്റ്റ് ഒരു വീഡിയോ ഇട്ടാൽ കുറെ ആൾക്കാർക്ക് നല്ലതാവും. ഇതൊന്നും ഞാൻ ഈ എന്താ പറയുക സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ഇത് അവെയർ ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം മാത്രമാണ്. ഇതൊരു കോടതിയല്ല.
ഇവിടെ കൊണ്ട് ഞാൻ റെക്കോർഡ് ചെയ്ത് വെപ്പിക്കുക, ഇവിടെ കൊണ്ട് ഞാൻ ഫോട്ടോ വെക്കുക, ഇവിടെ കൊണ്ട് മറ്റേ മൈക്ക് നമ്മള് ബട്ടൺ ക്യാമറ വെച്ച രഹസ്യ സാധനങ്ങൾ CCTV. നിങ്ങളുടെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ നിങ്ങൾ ഇത് കാണിക്കണം. ഇത് കോടതിയല്ല, പോലീസ് സ്റ്റേഷനല്ല. പക്ഷെ നിങ്ങൾ ഈ ആൾക്കാരെ ബോധ്യപ്പെടുത്താൻ എന്താണ് ശ്രമിക്കുന്നത്? അത് അവർക്ക് ബോധ്യപ്പെടണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ അത് കാണിക്കണം. നിങ്ങളുടെ കയ്യിൽ ഈ സാധനം ഇല്ല, തെളിവൊന്നുമില്ല, വെറും വാക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് നിങ്ങൾ എന്റെ കയ്യിൽ ഉണ്ടെന്ന് പറഞ്ഞാണ്ട് ഇതുപോലും കാണിക്കുന്നില്ല, കൈരേഖ പോലും കാണിക്കുന്നില്ല. ഉണ്ട്, പക്ഷെ ഞാൻ കാണിക്കൂല. അതിന്റെ തെളിവ് ഇതല്ല. നിങ്ങൾ അവരെ ശ്രദ്ധിച്ചോ. അവരുടെ അടുത്ത് ഈ സംശയം പ്രകടിപ്പിച്ചാൽ, നിങ്ങളുടെ കയ്യിൽ തെളിവില്ലെന്ന് പറഞ്ഞാൽ അടുത്ത വീഡിയോ വരും തെളിവിന്റെ ഒരു ഭാഗം കൊണ്ടിട്ട്, ബാക്കി എന്റെ കയ്യിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അല്ലേ? നിങ്ങളുടെ ഈ പ്രിയപ്പെട്ട രേണു എന്തോരം സംസാരിച്ചിരുന്നു തെളിവില്ലെന്ന് വിചാരിച്ചിട്ട്. ഇപ്പൊ 8 ദിവസത്തെ ഒരു തെളിവിന്റെ ഒരു ഭാഗത്തില്ലേ, അതിന്റെ അടുത്ത ദിവസം രേണു പിന്നെ വീഡിയോ ആയിട്ടില്ലേ ഇവരെ കുറിച്ച്. അതിന്റെ ഒക്കെ കുത്തി മറ്റേ പരിപരിപ്പല്ലേ നിങ്ങൾക്ക്, അല്ലേ? എന്നിട്ട് ഇങ്ങനെ ആ പ്രശ്നങ്ങളാണ് നിങ്ങൾക്ക് നല്ലോണം കിട്ടി ഇവരുടെ കയ്യിൽ. നിങ്ങളുടെ ഈ പെൺപാക്ക് ഉണ്ടല്ലോ, ഈ ഒരു അതാണ് നിങ്ങൾക്ക്, വേറെ ഒന്നുമല്ല. ഇല്ലാത്തവരുണ്ടെന്ന് പറഞ്ഞിട്ട്. ഇതൊരു നമ്മള് എന്താ പറയുക, കോടതി റൂമിൽ ഇത് നല്ല ഞാനിത് ചെയ്യും. ഞാൻ അഡ്വക്കേറ്റും അല്ല, ഞാനൊരു ജസ്റ്റിസും അല്ല, ചീഫ് ജസ്റ്റിസോ ജഡ്ജി ഒന്നുമല്ല. അല്ല, ഇനി ഇപ്പൊ തെളിവൊക്കെ കാണിക്കുക, സോഷ്യൽ മീഡിയയിൽ തെളിവൊക്കെ കാണിക്കുക, ഇതിനൊക്കെ പോയി പഠിച്ച് ഇതിന്റെയൊക്കെ എന്താ പറയാ ഡിഗ്രി എടുത്തിങ്ങാണ്ട് വന്നതിന് ശേഷം ഇത് കാണിക്കാൻ പറ്റുന്നുണ്ടോ? ഒന്ന് പോസ്റ്റ് ചെയ്യും. ഞാൻ ഒരു പൗരൻ മാത്രമാണ്. ഞാനൊരു ഇൻഫ്ലുവൻസർ ആണ്. സാമൂഹ്യ പ്രതിബദ്ധതയുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു ഇൻഫ്ലുവൻസർ. സോ അതുകൊണ്ട് ഞാൻ ജാൻമണിയുടെ വിഷയം വന്നപ്പോ അതിനകത്ത് ഒരു ഇൻഫ്ലുവൻസർ എന്ന് പറയല്ലേ, മറ്റേ ഈ സോഷ്യൽ അവയർനെസ്സിലാണെന്ന് പറയല്ലേ. അങ്ങനെയെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ഇതിനു ശേഷം പ്രശ്നം നടന്നു? എന്തൊക്കെ BJPയുടെ ആയിക്കോട്ടെ, വേറെ എന്തൊക്കെ പ്രശ്നം നടക്കുന്നത്? ഇപ്പൊ ഒന്നുമാണ് നിങ്ങളുടെ ആൾക്കാരുടെ ഡ്രസ്സിനെ കുറിച്ചൊരു ചർച്ച മിനിഞ്ഞാന്ന് നടന്ന ശ്രീകണ്ഠൻ നായർ ഷോയില് നിങ്ങൾ അനുകൂലിച്ചോ പ്രതികൂലിച്ചോ? നിങ്ങളുടെ വീഡിയോ കാണിച്ചത് നിങ്ങളത് അനുകൂലിച്ച്, നിങ്ങൾക്ക് ശരി, നിങ്ങൾ അനുകൂലിക്കും, നിങ്ങളത് അനുകൂലിച്ച് വീഡിയോ കാണിച്ചത് എന്തേ? നിങ്ങൾ അതിന് സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഇല്ല ആളൊന്നും പറഞ്ഞു കണ്ട് വരില്ല. നിങ്ങൾക്ക് അങ്ങനത്തെ പ്രശ്നം, അങ്ങനത്തെ ആത്മാർത്ഥത നിങ്ങൾക്കില്ല കേട്ടോ. റീലുകൾ കണ്ടു, ഇവരെ പോലീസിൽ ഏൽപ്പിക്കണം, ഇവരെ അറസ്റ്റ് ചെയ്യണം, മോദിയെ പറഞ്ഞതിന് അറസ്റ്റ് ചെയ്യണം. മോദിയെ ഈ ഷഫീനാബിയോ പറഞ്ഞെന്നാ നിങ്ങൾ ഇപ്പൊ കേട്ട് കാണും അല്ലെ? അത് കുറച്ച് പഴയ ഒരു വീഡിയോ ആണ്. അത് കണ്ടോ? കുറച്ചൊന്നുമല്ല, കുറെ പഴയതാ. ഞാൻ നോക്കിയിട്ട് കണ്ടിട്ടുള്ളത്, ഞാൻ അന്ധകാലത്ത് നോക്കിയിട്ട് കണ്ടിട്ടുള്ളത്. മനസ്സിലായില്ലേ? നിങ്ങൾ ഉണ്ടെങ്കിൽ അത് നിങ്ങളും അതുപോലും കാണിക്കുന്നില്ലല്ലോ. അങ്ങനെ സംഭവം ഇവര് പറയുന്ന പോലത്തെ വലിയ സംഭവം ഒന്നും അല്ല. മനസ്സിലായില്ലേ? ഇവര് വെറുതെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം കേസായി കാണൂലേ? ഇത് അങ്ങനത്തെ സംഭവങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. മനസ്സിലായില്ലേ? ഇവര് വെറും വെറുതെ വന്നാണ് പറയാ. ഈ സമയത്ത് വിട്ട് കളഞ്ഞു. എനിക്ക് തോന്നുന്നു പോളണ്ട് മല്ലു അങ്ങനെ കാണാൻ പറഞ്ഞ ഒരു മനുഷ്യനാണ് ഞാൻ ആദ്യമായിട്ട് വീഡിയോ കാണാം. അതാണ് പിന്നീട് പുതിയ വാർത്താ ചാനൽ മന്നാരൻ മലയാളിയെ പോലുള്ള വാർത്താ ചാനലുകൾ അത് എടുത്തിട്ട് വെച്ച് എനിക്ക് സന്തോഷമുണ്ട്. എനിക്ക് മന്നാരൻ മലയാളിയെ കുറിച്ച് അത്രയും പ്രശ്നമൊന്നുമില്ല. പക്ഷെ എന്നിരുന്നാലും അങ്ങനൊരു ചാനൽ, അത് വാർത്തകൾ ചെയ്യുന്ന ഒരു ചാനലാണ്. അപ്പൊ അങ്ങനൊരു ചാനലിൽ ഇവരെ ഒരു വാർത്ത മോദിജിയെ പരാമർശിക്കും. മോദി എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി, അദ്ദേഹം ഏത് പാർട്ടി ആയിക്കോട്ടെ, അദ്ദേഹം നമ്മുടെ പ്രധാനമന്ത്രിയാണ്. മോദി ആവാം, ഇനി വരുന്നവരാവാം, ഏതെങ്കിലും പാർട്ടികൾ റൂളിംഗ് പാർട്ടി വേറെ മാറി മാറി. ഇത് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളെ വിമർശിക്കാൻ പറ്റുന്ന ആൾക്കാരെന്നല്ലേ പ്രധാനമന്ത്രിമാര്. നമ്മുടെ മൻമോഹൻ സിംഗിനെ പാവ എന്ന് പറഞ്ഞുകൊണ്ട് വിമർശിച്ചിട്ടുണ്ട് അല്ലേ? പാവയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ ഇപ്പം നരേന്ദ്രമോദിനെ പപ്പു എന്ന് പറഞ്ഞങ്ങാണ്ട് ഈ രാഹുൽ ഗാന്ധി വിമർശിക്കുന്നു, നെഹ്റുവിനൊക്കെ എന്തൊക്കെ പറഞ്ഞുകൊണ്ട് വിമർശിക്കുന്നു അല്ലെ? അപ്പൊ ആരും ഒന്നുമല്ല. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെ എടുത്ത് പറഞ്ഞങ്ങാണ്ട് സംസാരിക്കുമ്പോൾ നിങ്ങളെ വിമർശിക്കുന്നതല്ല നിങ്ങൾക്ക് പ്രശ്നം. ഈ പറയുന്ന കാര്യങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കുവോ? അവരുടെ ഉള്ളിൽ ഞങ്ങളോട് ദേഷ്യം വരുമോ? ഞങ്ങൾ ഇനി ഇറക്കി വിടുവോ? ആ പേടി കൊണ്ടാണ് നിങ്ങളുടെ ഈ പ്രശ്നങ്ങളൊക്കെ, അതായത് ഈ പ്രധാനമന്ത്രിയുടെ പ്രശ്നങ്ങളൊക്കെ ഇവർ വിമർശിക്കുന്നു അങ്ങനെ ഇങ്ങനെ. അല്ലാതെ ഒന്നുമല്ല. ആശയങ്ങളും ചെയ്യുന്ന പ്രവൃത്തിയും സ്ട്രോങ് ആണെങ്കിൽ, അത് നാടിന് വേണ്ടിയുള്ളതാണെങ്കിൽ ഏത് വിമർശനത്തിനും പുല്ലുവരകൾ കൽപ്പിക്കുള്ളൂ. പക്ഷേ അപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് ഇന്ത്യയുടെ രാഷ്ട്ര തലവനാണ്. അപ്പൊ അദ്ദേഹത്തെ അഭിസംബോധനയൊക്കെ ചെയ്ത് സംസാരിക്കുമ്പോൾ കുറച്ച് മാന്യത വേണം. നമ്മൾ ജനാധിപത്യ രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്, നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്, മറ്റതുണ്ട്, അതൊക്കെ നമ്മൾ വഹിക്കുന്നു. പക്ഷെ നമ്മളും അനുസരിക്കേണ്ട കുറെ റൂൾസ് ഉണ്ട്. അങ്ങനെ ആ റൂൾസിനകത്ത് നടക്കുന്നതുകൊണ്ടാണ് നമ്മളവരെ ഭരിക്കാൻ കയറ്റി, നമ്മളവരെ നമുക്ക് വേണ്ടി നമ്മളെ ഭരിക്കാൻ നമ്മൾ വോട്ട് ചെയ്ത് നമ്മളവരെ കയറ്റി, നമ്മളെ നാടിന് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ മിണ്ടാതിരിക്കുക, വായിൽ പഴം വെച്ചിരിക്കുക,
പിന്നെ ആൾക്കാരെ തല്ലിക്കൊല്ല, അതിനെ അപലപിക്കാതിരിക്കുക, അത് നിയന്ത്രിക്കാതിരിക്കുക, അവരുടെ വിഭാഗങ്ങളായിട്ട് കൂടി അവർ നിയന്ത്രിക്കാതിരിക്കുക, പശുവിന്റെ പേരിൽ അടിച്ചു കൊല്ലുക, തൊപ്പിടിന്റെ പേരിൽ അടിച്ചു കൊല്ലുക, അത് ചെയ്യുക, ഇത് ചെയ്യുക, ഇതിന്റെ പേരിൽ മുഖ്യമന്ത്രി മിണ്ടാതിരിക്കുക, പ്രധാനമന്ത്രി മിണ്ടാതിരിക്കുക. അപ്പൊ ഒരു ശരാശരി വോട്ട് ചെയ്തൊരു മനുഷ്യൻ അല്ലെങ്കിൽ ശരാശരി പൗരൻ വിമർശിക്കും, അത് ഇരുന്ന് കേൾക്കുക, അത്രേ ഉള്ളൂ. അതിന് ഇവിടെ കടന്നിങ്ങാണ് നമ്മൾ അവരുടെ പദവി, നിങ്ങൾ ഇത് രാജഭരണം എന്നല്ല, രാജാവാണ്, എന്തൊക്കെ ചെയ്ത് നമ്മൾ ബഹുമാനിക്കണം, അങ്ങനെയൊന്നുമില്ല. ഇവിടുത്തെ രാജാക്കന്മാര് പൗരന്മാരാണ്, നമ്മളുടെ ജോലിക്കാരാണ് അവര്. അത് മുഖ്യമന്ത്രി ആണെങ്കിലും പ്രധാനമന്ത്രി ആണെങ്കിലും മന്ത്രിമാരാണെങ്കിലും ആരാണെങ്കിലും നമ്മൾ അവരെ അങ്ങനെ കുത്തിങ്ങാണ്ട് വിട്ടതാ. മനസ്സിലായില്ലേ? അത് മനസ്സിലാക്കാദ്യം. ഒരുവിധം നമ്മളെ ഒതുക്കി മെരുക്കി ഓരോ ഗവൺമെന്റ് കൊണ്ടുപോകുന്നത്. എങ്കിൽ എന്താ, എല്ലാം തോന്നിയവാസം പോലെ നടക്കത്തില്ല. ആർക്കും ആരുടെയും വീട്ടിൽ ചെന്ന് തെറി പറയാനും ദുരൂഹത്തി കാണിക്കാനും മറ്റേ അശ്ലീലം കാണിക്കാനും റേപ്പ് ചെയ്യാനും ഒക്കെ ഒരു റൈറ്റായി മാറത്തില്ലേ? അപ്പൊ ഈ റൂൾസ് നമ്മൾ അനുസരിക്കുന്നതുകൊണ്ടാണ്. അപ്പൊ സൈബർ ഇടങ്ങളിൽ നമ്മൾ റൂൾസ് നിനക്ക് കുറച്ചെങ്കിലും ബുദ്ധി വെക്കേണ്ടത് വിചാരിച്ചു കേട്ടോ. നിനക്ക് ഒരു തേങ്ങയില്ല അതിന്റെ തലയില്. നീ കുറച്ച് വിവരം, കുറച്ച് ബുദ്ധി അതൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചിരുന്നു, അതൊന്നുമില്ല നിനക്ക് കേട്ടോ. കൊണ്ടുവരണം. എനിക്ക് പ്രധാനമന്ത്രിജിയോടാണ് ഇത് പറയാനുള്ളത്. കാരണം വേറൊന്നും കൊണ്ടല്ല, എക്സാമിന് നിങ്ങൾ വളരെ ചടുലമായിട്ടുള്ള തീരുമാനങ്ങളും ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് കൊണ്ടുവരാൻ അത്രയും ആൾക്കാര് വിളിച്ചിങ്ങാണ്ട് സമരം ചെയ്തതിന് ശേഷം ഓരോ തീരുമാനങ്ങൾ എടുത്തിട്ട് ഇവരൊക്കെ വന്ന് പറയുന്നു ഞങ്ങൾ ചടുലമായ തീരുമാനങ്ങൾ എടുത്തു, തോൽപ്പിച്ചു, എടുപ്പിച്ചു, അങ്ങനെ എടുപ്പിച്ചു, അങ്ങനെ പറ, എടുപ്പിച്ചു. ബില്ലുകൾ വരെ പാസ്സാക്കാം. അത് അവരെ എതിർക്കുന്നവരെയാണ് ശരിക്കും ആന്റി നാഷണൽസ് എന്ന് പറയുന്നത്. അവരെയും കോക്രോച്ചുമാരുടെ കൂട്ടത്തിലാണ് കൂട്ടേണ്ടത് ശരിക്കും. പക്ഷേ ഷഫീന ബീവിയെ പോലുള്ള വെർബലുകൾക്ക് ഒരു അറുതി ഉണ്ടായ പറ്റത്തുള്ളൂ സർ. എനിക്ക് അതാണ് ഇപ്പൊ ഞാൻ ഈ ഒരു സംഭവം നടക്കുന്ന സമയത്ത് എനിക്ക് അവരുടെ പേഴ്സണൽ വാൻറ്റൊന്നുമില്ല, പേഴ്സണൽ വൈരാഗ്യമില്ല. എന്റെ മോളെ അവര് പറഞ്ഞു ഇല്ലട്ടോ, ഇവർക്ക് പേഴ്സണൽ ആയിട്ടുള്ള ഒരു പ്രതികാര ബുദ്ധി ഇവർക്ക് അതില്ല. അതുകൊണ്ടാണ് ഇത്രയും കണ്ടന്റുകളും കാര്യങ്ങളും ഉണ്ടായിട്ട് ഒന്നും സംസാരിക്കാത്ത, ഇവരെ മാത്രം മോട്ടീവ് ചെയ്യുന്നത്. ഇതിനു മുന്നേ കേരള സർക്കാരിനെ വെച്ച് സംസാരിച്ചു ഷഫീന ബീവിക്കെതിരെ. അതിനു മുന്നേ ഈ മഞ്ജുവിയുടെ മോളെ വെച്ചിട്ട് അടിക്കാൻ നോക്കി. ഇപ്പൊ ഇതാക്കണ് ഇത് കേന്ദ്രത്തിന് വെച്ചുകൊണ്ട് സംസാരിക്കുക, കേന്ദ്രത്തിനോട് സംസാരിക്കാം ഇവരെ പറഞ്ഞിങ്ങാണ്ട് എന്നൊക്കെ. നിങ്ങൾക്ക് ഇവരുടെ പ്രതികാരേ ഇല്ല, ഞങ്ങളെ വിശ്വസിക്കണം അല്ലേ? കുഞ്ഞുങ്ങളെ പറഞ്ഞു എന്നത് ഞാൻ അവിടെ വെക്കുന്നതിനുള്ള മറുപടി ഞാൻ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതല്ല, അവരെ എന്റെ മോളെ ചോദിച്ചു വാങ്ങിയാൽ ആരും എങ്ങനെയും പറയും. അത് നമ്മൾ വിചാരിക്കുന്ന പോലെയാണെന്ന് വിചാരിക്കും. നമ്മളിപ്പോ ഒരാളെ തെറി വിളിച്ചാൽ, അനാവശ്യം വിളിച്ചാല്, അപ്പൊ അവരുടെ മകനെയും അവരെയും വെച്ചുകൊണ്ട് ആൾക്കാർ പറഞ്ഞല്ലോ, നിങ്ങളൊക്കെ പാട്ടുണ്ടാവും അങ്ങനെയാണെങ്കിൽ ഈ ഇത് വരുമ്പോ നിങ്ങളൊക്കെ പറഞ്ഞു കാണും ചിലപ്പോ അത് അങ്ങനെയൊക്കെ. അവരുടെ മകനെയും അവരെയും കൂട്ടി വെച്ചുകൊണ്ട് സംസാരിച്ചു കഴിഞ്ഞാൽ അവര് തിരിച്ചു പറഞ്ഞു. അന്ന് അവര് ഒരു വീഡിയോ ഇട്ടിരുന്നു, അത് നിങ്ങളാണോ പറഞ്ഞത്? അല്ലാതെ അവർ നിങ്ങളുടെ മകളെയും പറയൂല ചിലപ്പോ. ഇനി അതിന്റെ ഇതൊന്നും എനിക്കറിയില്ല. ഞാൻ ഒരു കാര്യം പറഞ്ഞു നിങ്ങൾക്ക് കേട്ടോ, നിങ്ങള് ഒരാളെ തെറി വിളിച്ചാലോ അല്ലെങ്കിൽ വേറെ രീതിക്ക് വിളിച്ചാലോ അത് കുറെ കഴിഞ്ഞാൽ അത് മാറും, ഒരു 1-2 ദിവസം കൊണ്ട്. അത് കാരണം അത് കാഷ്വൽ ആയിക്കൊണ്ട് അങ്ങോട്ടോട് വിളിക്കുന്നത്. പക്ഷെ ഒരാളുടെ എന്താ പറയാ വൈകല്യതയെ അതുപോലെ അസുഖത്തെ പറഞ്ഞങ്ങാണ്ട് കളിയാക്കിയാൽ ആ അസുഖം ഉള്ള കാലത്തോളം അല്ലെങ്കിൽ ആ അംഗവൈകല്യം ഉള്ള കാലത്തോളം അത് മനസ്സിൽ മുറിപ്പടായി നിൽക്കും. ഇപ്പൊ അവരെ ചട്ടുകാരി വിളിക്കാറുണ്ട്. അത് അവര് വളരെ സ്ട്രോങ് ആയി കണ്ട് സംസാരിക്കുന്നു എന്ന് വിചാരിച്ചിട്ട് അവർക്ക് ഭയങ്കര വിഷമമുണ്ടാവും. അത് അങ്ങനെ അംഗവൈകല്യം ആളെ നോക്കി വെച്ച് ഞൊണ്ടിക്കാരെന്ന് വിളിക്കുമ്പോഴേ അത് ഞാൻ അങ്ങനെ ആയതുകൊണ്ടല്ലേ എന്നത് ആ വിഷമം അത് കാലകാലം ഉണ്ടാകും. ഒരു അസുഖം ഉണ്ടാകുമ്പോ ആ അസുഖം ഒരാളെ നീ ഇങ്ങനെ രോഗിയല്ലേ എന്ന് പറഞ്ഞാൽ അത് ഉണ്ടാകും. അത് ആ ഒരു അനുഭവം ഉള്ള ഒരാളാണ് ഞാൻ. മനസ്സിലായില്ലേ? എപ്പോ ഒന്നുമില്ല കേട്ടോ, കുറെ മുന്നേ ഇപ്പൊ സംസാരിച്ച പോട്ടെ പുല്ല് കറി ഞാൻ, അത് വേറെ കാര്യം. നമുക്ക് ആ ഒരു വിഷമം ഇപ്പോഴും ആലോചിക്കുമ്പോഴൊക്കെ ഭയങ്കര സങ്കടങ്ങളാണ്. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെയൊക്കെ കേൾക്കുന്ന ഒരാള് തിരിച്ച് പിന്നെ ട്രിഗർ ചെയ്യുമ്പോൾ അവർക്ക് കഴിയുന്നതിന്റെ മാക്സിമം ആയിരിക്കും. കാരണം അവർക്കപ്പം ദേഷ്യമായിരിക്കും. ആ ദേഷ്യത്തില് ഇത്രേ പറയാൻ പാടുള്ളൂ, ഒരു പൊടിക്ക് കൂടാം, അതൊരു ഇഞ്ഞി കാര്യത്തിന് മാത്രം ഒരു 2 പോയിന്റ് പിടിക്കും, അതിന്റെ അപ്പുറത്തേക്ക് അങ്ങനെയൊന്നുമില്ല. അത് മനസ്സിന് കൊടുത്തുകയാണ്, കയ്യിൽ നിന്ന് പോവുകയാണ് പറയില്ലേ, കയ്യിൽ നിന്ന് പോവുകയാണ്. അത് സംസാരിക്കും, അത് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അത് തണുക്കോളം വായിൽ നിന്ന് വരുന്നത് സരസ്വതി ആണെങ്കിലും അല്ലെങ്കിൽ എന്താണെങ്കിലും അത് കേൾക്കുക, അല്ലെങ്കിൽ അതിന് പോകാൻ നിൽക്കരുത്. അവരങ്ങനെ സംസാരിക്കും എന്നറിയാം.
അവരെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവർ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് അറിഞ്ഞു കഴിഞ്ഞാൽ അവരോട് മര്യാദയ്ക്ക് സംസാരിക്കുമ്പോൾ അവരൊന്നും പറയുന്നില്ലല്ലോ. വളരെ മാന്യതല്ലേ അവർക്കുള്ളത്. എന്നെയും എന്റെ സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് പാവപ്പെട്ട ബ്ലോഗർമാരെ പറയുക, സഹോദരങ്ങളെ പറയുക, അങ്ങനെ വെർബൽ വല്ലാതെ ശരിക്കും പക്ക വെർബൽ റേപ്പാണ് ഷഫീന ബീവി ചെയ്തുകൊണ്ട്. ഇപ്പം പ്രധാനമന്ത്രി ഈ വോട്ട് സീറ്റ് എന്ന് പറഞ്ഞ ഒരു കസേര ഇരുത്തിങ്ങാണ്ട് എല്ലാ മറുചോദ്യങ്ങളും ചോദിച്ചിങ്ങാണ്ട് ആൾക്കാരെ ട്രിഗർ ചെയ്തിങ്ങാണ്ട് അടിയും കുത്തും ചവിട്ടും എല്ലാം വാങ്ങിങ്ങാണ്ട് ചെറിയ വരെ കേട്ട ഈ സ്ത്രീയാ പറയണത്. അവര് എന്തായാലും വിളിച്ചിരുത്തിങ്ങാണ്ട് അങ്ങനെ ഒരു സോഷ്യൽ അവയർനെസിന്റെ പേരിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങനെയൊക്കെ പിന്നെ അവരെ കുറ്റം പറഞ്ഞാൽ അവരെന്തെങ്കിലും കളിയാക്കി ചോദിച്ചു വാങ്ങുന്നവർക്ക് അവർ കൊടുക്കുന്നുണ്ട്. വിളിക്കാൻ പറ്റുന്ന ഒരു ധൈര്യം അവർ കാണിക്കണമെങ്കിൽ ഒന്നെങ്കിൽ അവർക്ക് തലയ്ക്ക് സുഖമില്ല, അല്ലെങ്കിൽ അവർക്ക് എന്തുമാവാം, സൈബറിടങ്ങളിൽ എന്തുമാവാം എന്ന ഒരു ഇത്. പക്ഷെ ഇതൊന്നും പൊതുജനങ്ങൾക്ക് സഹിക്കേണ്ട ആവശ്യമില്ല. അവർ പ്രൈവറ്റ് ആക്കി വെച്ചിട്ട് സ്വന്തമായിട്ട് കണ്ട് ആസ്വദിക്കട്ടെ തെറിയും പറഞ്ഞ്. അവർക്ക് തലക്ക് സുഖമില്ലായിരിക്കും, അല്ലെങ്കിൽ പ്രൈവറ്റ് ആക്കി വെക്കട്ടെ. നിങ്ങൾക്ക് പ്രൈവറ്റ് ആക്കി വെച്ചൂടെ? നിങ്ങൾ എന്താ പ്രൈവറ്റ് ആക്കി വെക്കാത്തത്? എന്താ പ്രൈവറ്റ് ആക്കി വെക്കാത്തത്? നിങ്ങൾ സത്യം പറഞ്ഞാൽ നിങ്ങൾ ഇടുന്ന ഇങ്ങനത്തെ കണ്ടാണ് പ്രൈവറ്റ് ആക്കി വെക്കേണ്ടത്. മനസ്സിലായോ? ഒരു കാര്യമില്ലാത്ത ഒരു വീഡിയോ. അതില് അവരുടെ വീഡിയോസ് നിങ്ങൾ പോയി കണ്ടിട്ടുണ്ടോ? ഞാൻ അതിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഞാൻ ഇവർക്കൊക്കെ ഇത് കൊടുത്ത ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഓവറായി സംസാരിക്കേണ്ടി വരും. നമുക്ക് എന്താ പറയാ, ഇതിൽ വായി തോന്നുന്നൊക്കെ ചില സമയത്ത് ഇൻഡയറക്റ്റ് ആയിട്ടെങ്കിലും പറയേണ്ടി വരും. അതാണ് ഇവരുടെയൊക്കെ ഒരു ഇത്. ഇവർക്ക് വേണ്ടത് അതാണ്. ഇവരെ അങ്ങനെ വിമർശിക്കുക, പിന്നെ അതിന്റെ പേരിൽ ഇതാക്കുക, പ്രശ്നമാക്കുക, ആരെങ്കിലും ഇതാക്കുക. ഈ ഉളുപ്പില്ലാതെ വീട്ടുകാരെ കേൾക്കേണ്ട സംസാരിച്ച് കേട്ടിട്ട് എന്നെ പറഞ്ഞെന്ന് പറഞ്ഞ വിഷയക്കുക. നാറിയ സ്വഭാവം. കുട്ടികൾ കാണുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്, ഒരുപാട് ജനങ്ങൾ കാണുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഇവിടെ ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ വിമർശിക്കണമെന്ന് പറയത്തില്ല. ബിക്കോസ് ഇറ്റ്സ് എ ഡെമോക്രാസി. നമ്മുടെ ഡെമോക്രസി ഉണ്ട്, വിമർശിക്കാം. സഭ്യമായ ഭാഷയിലാണ് അതറിയാം അല്ലേ? പറഞ്ഞ സഭ്യമായ ഭാഷയിൽ നിന്ന് ഒരാളെ വിമർശിക്കുമ്പോ അയാളുടെ ഉള്ള ഫീലിംഗ് എത്രയുണ്ടോ അത് വെച്ചാണ് ഈ സംഭവം പുറത്തു വരിക. മനസ്സിലായില്ലേ? ഭക്ഷണം വേണ്ടത് അപ്പോഴാണ് അത് കിട്ടിയാവുന്നത്. അപ്പൊ കുറിക്കുള്ള രീതിയിൽ നമുക്ക് അദ്ദേഹത്തിന് കുറവുകൾ, അദ്ദേഹം കാണിക്കുന്ന എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ചൂണ്ടി കാണിച്ചുകൊണ്ട് നമുക്ക് ശക്തമായ ഭാഷയിൽ അപലപിക്കാം. അതല്ലാതെ വാഴെടുത്താൽ തീർന്നു. ഇവിടെ നോക്കി, നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. എന്താണ് എന്തും അങ്ങനെ പറഞ്ഞിട്ട് ഇവര് കേൾക്കുക, അങ്ങനെ പറഞ്ഞാൽ മതി എന്നാ ഇവര് പറയണത്. ഇതിവിടെ ഒച്ചയിട്ട് പറഞ്ഞിട്ട് മിണ്ടുന്നില്ല, സംസാരിക്കുന്നില്ല, മൈൻഡ് ചെയ്യുന്നില്ല. പിന്നെയാണ് സമാധാനത്തിൽ പോയിങ്ങാണ്ട് നോക്കൂ പ്രധാനമന്ത്രി സഹോദര, നിങ്ങളൊന്ന് അപലപിക്കൂ, നിങ്ങളൊന്ന് ഇങ്ങനെ ചെയ്യൂ, അങ്ങനെ ചെയ്യൂ. നിങ്ങൾ എത്ര ന്യൂസ് പേപ്പറിൽ കണ്ടില്ല, എത്ര വിമർശനങ്ങൾ മാന്യമായങ്ങാണ്ട് അല്ലെങ്കിൽ ഒരു നോർമൽ ലെവലിൽ കേട്ടിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ കേട്ടതൊന്നും സംസാരിക്കാതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ, ഇത് മലയാളത്തിൽ നോർമൽ ലെവലിലൊക്കെ പറഞ്ഞിട്ടും കേൾക്കാതിരിക്കുമ്പം ഇത് കാണുന്ന സമൂഹം വേറെ സൈഡിലുണ്ട്. ഇത്രയും പറഞ്ഞിട്ട് ഇയാളാണത് കേൾക്കാതെ, ഇയാളാണത് മനസ്സിലാക്കാതെ എന്ന് പറഞ്ഞിട്ട് പിന്നെ വന്ന് നോർമൽ ആരും സംസാരിക്കുന്നില്ല. ചീത്തയും പറയുക എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. പ്രത്യേകിച്ചും പ്രധാനമന്ത്രി പറഞ്ഞ തെറി അത് നിങ്ങൾ കേട്ടു, എത്ര പേര് കേട്ടു? എനിക്ക് അത് ഇവിടെ വെക്കാൻ ഇതൊന്നും ഇവരുടെ കയ്യിൽ ഇല്ല. ഈ സംഭവമാണ് ഈ വീഡിയോ ഈ പറയുന്ന ഇത്തിരി ഭയങ്കര സംഭവമൊക്കെ പറയുന്ന പോലെ ഉണ്ടാവൂല. ഇതാണോ അപ്പോ അങ്ങനെ ചിന്തിക്കുള്ളൂ. ഇവരുടെ കയ്യിൽ തേങ്ങ എന്തൊരു വൃത്തികെട്ട എന്തെങ്കിലും ഇങ്ങനെ കട്ട് പീസുകൾ എടുത്ത് വെക്കാറുള്ള എനിക്കിന്റെ ആവശ്യമില്ല. ഞാനത് കാണുന്നു, അതെടുത്ത് അനലൈസ് ചെയ്യുന്നു, അതിനെക്കുറിച്ച് പരാമർശിക്കുന്നു, പ്രതിഷേധിക്കുന്നു. അതുകൊണ്ട് കേന്ദ്രത്തോട് ഞാൻ ആദ്യമേ എന്റെ ഈ ക്യാമ്പയിൻ അവർക്കെതിരെ തുടങ്ങിയതാണ്. എന്തായാലും അത് കുറച്ചൊക്കെ ഫലങ്ങൾ കണ്ടു തുടങ്ങിയതായി വലിയ വലിയ ചാനലുകൾ, അതായത് മർദ്ദാനമല അങ്ങനൊന്നുമില്ല നിങ്ങളെ പറഞ്ഞോണ്ടൊന്നുമില്ല. ഇത് BJPക്കെതിരെ എന്താ പറയാ, ഇനി അവര് വരുമ്പം പുറത്തേക്ക് ഫൂട്ടേജ് പോകാതിരിക്കാനുള്ള എല്ലാ ഇതും എന്താ പറയാ ഈ ലിമിറ്റേഷൻ സോഷ്യൽ മീഡിയയിൽ വെക്കും പ്രത്യേകിച്ച്. മനസ്സിലായില്ലേ? അത് ഇനി ഇവര് പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ വീഡിയോ ചെയ്തിട്ടെന്ന് പറഞ്ഞിട്ട് ഇവര് ഇനി അത് അങ്ങനെ പറഞ്ഞും വരും. നോക്കിക്കോട്ടെ. സൈബറിടത്തിലെ ഏറ്റവും മുന്തിയ ചാനലുകളൊന്നാണ്.
പ്രത്യേകിച്ച് വാർത്തകൾ കൈകാര്യം ചെയ്യുന്ന കൂട്ടത്തിൽ അവർ ചെയ്യുന്ന വാർത്ത എങ്ങനെയോ ആയിക്കോട്ടെ, അവരതെടുത്ത് ചെയ്തതിൽ എനിക്ക് ഭയങ്കര എനിക്ക് മാർത്താണ്ഡമലയിൽ ഇഷ്ടമൊന്നുമില്ല. പക്ഷെ അവർ ചെയ്യുന്ന എന്താ പറയാ ന്യൂസുകളൊക്കെ ഭയങ്കര അടിപൊളി ന്യൂസുകളാണ്. നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് നിൽക്കും കേട്ടോ. നിങ്ങൾ എന്താണ് ഏതാണ് ഏതിനോട് ചേർന്ന് നിൽക്കുന്നതെന്നൊക്കെ ഇത് കാണുന്ന എല്ലാവർക്കും മനസ്സിലാക്കണം കേട്ടോ. സന്തോഷം, ഭയങ്കര താങ്ക് യു. കാരണം ഇനിയും ഒരുപാട് വാർത്താ മാധ്യമങ്ങൾ, സാറ്റലൈറ്റ് മാധ്യമങ്ങൾ ഇതൊക്കെ ചെയ്യട്ടെ ഞാൻ ആശംസിക്കുന്നു, ആഗ്രഹിക്കുന്നു. കാരണം ഇത് ഒന്നെങ്കിലും ഒരു ബില്ല് ഇത് പാസ്സാക്കണം. ഇത് ഷഫീനാബി, ഇനി ഒരു ഷഫീനാബിയും മതി, അത് ഇവരോടുകൂടി കേട്ടല്ലോ, കേന്ദ്രം കേട്ടല്ലോ, ഒരു ബില്ല് നിങ്ങൾ പാസ്സാക്കണം. അതും ഗ്രേറ്റ് ഷഫീനാബിക്കെതിരെ നിങ്ങൾ പാസ്സാക്കണം. മറച്ചണം. നിങ്ങളത് കേൾക്കുന്നുണ്ടോ? ഒരു ബില്ല് കേന്ദ്രം നിങ്ങൾക്കെതിരെ മാത്രം പാസ്സാക്കാൻ പോകുക. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾക്കെതിരെ ബില്ല് പാസ്സാക്കാൻ പോകും. കേട്ടോ. ഷഫീന ബീവിയും കോക്കസും അല്ലെങ്കിൽ കോറസും ഒക്കെ ഇവിടെ തീർന്നു. ഇനി ഒരു ഷഫീന എന്ന ഒരു സാധനം ഉണ്ടാവരുത്. ഇനി ഒരാളെ അവരുടെ ബ്ലാക്ക് മെയിലിംഗിന്റെ വലയിലോ എരയിലോ ആവാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്. അതോടൊപ്പം കേന്ദ്രം ഭരിക്കുന്ന ആൾക്കാരോട്, അതുപോലെ നിങ്ങളുടെ കേന്ദ്രീയ വാർത്താ വിതരണ ഡിപ്പാർട്ട്മെന്റിനോടും ഒക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഈ പറഞ്ഞതിന് ഇവർക്ക് തക്കതായിട്ടുള്ള ഇവരുടെ ഒന്നുകിൽ ഇവരുടെ ചാനലിൽ എന്തെങ്കിലും കൺട്രോൾ കൊണ്ടുവരിക, അല്ലെങ്കിൽ ഇവരെ മര്യാദ പഠിപ്പിക്കാൻ എനിക്ക് തോന്നുന്നില്ല. ഇവരെ എന്തായാലും എഫ്ഐആർ ഇട്ട് അറസ്റ്റ് ചെയ്യുന്നത് വരെ ഞാൻ എന്റെ ഈ ഒരു ഞാൻ തുടരുക തന്നെ ചെയ്യും. കാരണം ഒരുപാട് അമ്മമാര് വിളിച്ചതിനെ കരയുന്നുണ്ട്. ശരിക്കും ഞങ്ങളുടെ ജീവിതം നശിപ്പിക്കാൻ ശ്രമിച്ചു, സഹായിക്കാമെന്ന വ്യാജേന ഞങ്ങളെ കുഴിയിൽ ചാടിച്ചു, ഒരുപാട് പൈസ ലക്ഷങ്ങൾ തട്ടിയെടുത്തു. അതിന്റെയൊക്കെ തെളിവുകൾ അവരുടെ കയ്യിലുണ്ട്. അത് വേണ്ട പോലെ സൈബർ സെല്ലിനോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ അവരോട് ചോദിച്ചാൽ നിങ്ങളുടെ അടുത്ത് തെളിവുണ്ടെന്ന് പറഞ്ഞു വരും. നിങ്ങൾ അവിടെ പോലീസ് സ്റ്റേഷനിൽ പോകാൻ വേണ്ടി പറ. ഇവരൊന്നും എന്ത് സ്റ്റേഷനിൽ പോവാത്തത്? ഒരു വാർത്താ വിതരണ മന്ത്രാലയത്തിനോട് പോയി ഇങ്ങാണ്ട് പറയുന്നു. കേട്ടല്ലോ നിങ്ങളെല്ലാരും, ആരും പ്രേക്ഷകരല്ല, കേന്ദ്രം കേട്ടല്ലോ. ദ ഗ്രേറ്റ് ശാരിക അമ്മ പറഞ്ഞതാണ്, നിങ്ങൾ കേൾക്കണം. നിയന്ത്രണം കൊണ്ടുവരണം. ഷഫീന ബീവിക്ക് വേണ്ടി മാത്രം നിയമം നിങ്ങൾ പാസ്സാക്കണം. മനസ്സിലായില്ലേ? നിങ്ങളത് ചെയ്യാതിരിക്കരുത് കേട്ടോ. സബ്മിറ്റ് ചെയ്യുന്നതാണ്. സോ പ്ലീസ് നിങ്ങൾ ഇങ്ങനെയുള്ള ആൾക്കാരെ കൂടെ ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ദയവായി ഇതിനും ഒരു നടപടി തീർച്ചയായിട്ടും കേന്ദ്രം അല്ലെങ്കിൽ കാണുന്ന ആൾക്കാർ, ഓഫീഷ്യൽസ് ആരെങ്കിലും കാണുകയാണെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കുക. തീർച്ചയായിട്ടും നടപടി ഉണ്ടാവും. ഞാൻ അതെന്താ നിനക്ക് അയച്ചു കൊടുത്തൂടെ? നിനക്കൊരു പരാതി കൊടുത്തൂടെ? നിനക്കിതൊക്കെ നിങ്ങളൊരു പരാതി കൊടുത്തൂടെ? എന്താ കൊടുക്കാത്തത്? നീ കൊടുക്കുമ്പം അതിന്റെ കൂടെ തെളിവ് വെക്കണം. ഈ തെളിവ് വെക്കാൻ നിന്റെ കയ്യിൽ തെളിവില്ല. വെറുതെ ഒരു പരാതി കൊടുത്തിട്ട് കാര്യമില്ല. മനസ്സിലായില്ലേ? ഇത് വേറെ കൊണ്ടുപോയി പെട്ടോട്ടെ അല്ലേ? നീയല്ലേ ശരിക്കും പറഞ്ഞ ആൾക്കാരെ കുഴി അടിക്കുന്നത് അല്ലേ? താങ്ക് യു വെരി മച്ച്. അപ്പൊ ഇതാണ് ഇതിന്റെ പ്രശ്നം. ഇതാണ് ഈ വീഡിയോ. ഈ പ്രശ്നം ഇവരുടെ കയ്യിൽ തെളിവില്ല, ഇവരുടെ കയ്യിൽ ഒന്നുമില്ല. പക്ഷെ ഇവര് ഉണ്ടെന്നും പറഞ്ഞങ്ങാണ്ട് ഈ ഷഫീന ബീവി എന്ന് പറഞ്ഞ വ്യക്തിയെ ഇപ്പം ഇവരുടെ സംസാരത്തിന്റെ പേരിൽ ഇവർ സംസാരത്തിന്റെ പേരല്ല ഇത്. ഇവർക്ക് നല്ലോണം വീഡിയോ ചെയ്തുകൊണ്ട് ഇവരെ ഇല്ലാതാക്കി. കാരണം ഇവര് തമ്മിൽ ഒരു ഫൈറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ അത് ദുബായിൽ നിന്നൊക്കെ തെളിവുകൾ വരുത്തിങ്ങാണ്ട് ഇവരെന്താണ് എന്ന് അങ്ങോട്ട് പൊളിച്ചെടുക്കണം, കാണിച്ചു കൊടുത്ത്. അതിന്റെ കയ്യപ്പാണ്. വേറെ ഒന്നുമല്ല. അത് വെച്ചിട്ടാണ് ഇവരിങ്ങനെ ഈ ഒരു ദേഷ്യം വെച്ചിട്ട് ഇവരിങ്ങനെ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ തീർക്കാൻ വേണ്ടിട്ട് പ്ലാൻ ഇങ്ങനെ നടക്കണം. അല്ലാതെ ഒന്നുമല്ല. അല്ലെങ്കിൽ സാധാരണ പോലെ ആയിരുന്നെങ്കിൽ ഇഷ്ടം പോലെ കണ്ടന്റ് അതൊക്കെ ചെയ്തതിന്റെ ഇടയിൽ ഒരു വീഡിയോ അങ്ങനെ ആകുമായിരുന്നു. ഇതിങ്ങനെ തെരഞ്ഞു നടക്കുകയാണ്. ഒന്നും എന്തെങ്കിലും തെളിവുണ്ടോ? ഇല്ല. അവർക്ക് കൊടുക്കാം, ആരെ വിളിക്കുന്നവർക്കും കൊടുക്കാം എന്ത് പരാതി. അതും ചെയ്യൂല. ഇത് കാണുന്ന നമ്മൾ പോയിട്ട് വേണം ഇതെടുത്ത് കൊണ്ടുപോയി സ്റ്റേഷൻ കാത്തിരിക്കാൻ. എന്താല്ലേ? അതെന്തായാലും ശരി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യണ്ട. എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്താ വെച്ചാൽ അത് ചെയ്തോളി കേട്ടോ. ശരി എന്നാ, നമസ്കാരം.